ഹലോ ഫ്രണ്ട്സ്, ഞാൻ ബേബി ഗൗതം. ബീഫിൻ്റെ ഒരു മരുന്ന് ഉണ്ടാക്കാൻ ഈ തണുപ്പുകാലത്ത് പഴമക്കാരുണ്ടാകുന്ന ഒരു മരുന്നാണ്. അതെങ്ങനെയെന്ന് നോക്കാം. അതിന് 1 കിലോ ബീഫ്, ഉപ്പും മഞ്ഞളും, 1 സ്പൂണ് ടീസ്പൂണ് മുളക് പൊടി, ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലിടാനുള്ള പൊടികൾ മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി. പിന്നെ അതിൽ പൊടിച്ച് ചേർക്കാനുള്ളത് 1 ടീസ്പൂൺ ഉലുവ, 2 ടീസ്പൂണ് നല്ല ജീരകം, 1 ടീസ്പൂൺ കടുക്. പിന്നെ നമ്മൾ താളിക്കാൻ നെയ്യും വേപ്പയും ചുമന്നുള്ളി 20 എടുത്തിട്ടുണ്ട്, 1 ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് സാധനങ്ങൾ വേണ്ട. നമുക്ക് ജീരകവും ഉലുവയും കടുകും കൂടി ഒന്ന് ചൂടാക്കി പൊടിച്ചെടുക്കാം. ഫസ്റ്റ് ഇതിൽ കടുക്കുമ്പോൾ കടുകും ഉലുവയും ഒന്ന് പൊട്ടും. അത്ര ചൂടാക്കിയാൽ മതി. ഇത് ചൂടായി കഴിഞ്ഞു. അതിൽ നമുക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി കൂടി ഒന്ന് ചൂടാക്കിയിടാം. കുരുമുളക് ചൂടാക്കണ്ട, കുരുമുളക് നമ്മൾ അതിൽ ഇട്ടാൽ മതി. ലാസ്റ്റ് പൊടി ഇടുന്ന സമയത്ത് ചൂടാക്കിയ ഐറ്റംസ് നമുക്ക് പൊടിച്ചെടുക്കാം. ഈ പൊടിയോട് കൂടിയിട്ടൊന്ന് ഞാൻ വേപ്പിലയും കൂടി ഒന്ന് ചേർത്തെടുക്കട്ടെ. വേപ്പില നന്നായിട്ട് അരച്ച് ചേർത്താൽ നമ്മുടെ പൊടി നമ്മുടെ വീട്ടിലായ വേപ്പില തന്നെയാണ്, അതുകൊണ്ട് അരച്ചെടുക്കുന്നത്. ഇനി കുറച്ച് നെയ്യ്, 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് ഈ ഉള്ളി ഐറ്റംസ്, ചുമന്നുള്ളി, വെളുത്തുള്ളി നമുക്ക് നന്നായി വാട്ടിയെടുക്കാം. കൂടുതൽ പൊരിയണ്ട, ചെറുതായി ചുമക്കുന്നത് വരെ വറുത്തെടുക്കാം. പാകത്തിന് മുരിഞ്ഞു, ഒരു പകുതി മൂക്കായി. അപ്പം നമ്മുടെ ഇതിലേക്ക് പൊടികൾ ചേർക്കണം. പൊടികൾ അധികം മൂക്കണ്ട, ചേർത്തപ്പോൾ ഒരു പകുതി മൂക്കായാൽ മതി. അധികം വറുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം പൂർണ്ണ പറയുന്നത്. അത് കാരണം ചെറുതായിട്ടൊന്ന് നന്നായി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ഇടാം. ഈ മരുന്ന് ഉണ്ടാക്കുമ്പോൾ എല്ലാവരും പറയുന്നത് ഉപ്പ് വളരെ കുറവ് മതി എന്നാണ് പറയുന്നത്. മരുന്നിൽ ഉപ്പ് കൂടാൻ പാടില്ല. അത് കാരണം നമ്മൾ സാധാരണ കറിയിലെ പകുതി ഉപ്പേ നമ്മൾ ചേർക്കാൻ പാടുള്ളൂ ഇറച്ചി വേവിക്കുമ്പോൾ. അതുപോലെ ചുമന്ന മുളകും വളരെ കുറവ്, ഒരു 1/2 ടീസ്പൂൺ ചുമന്ന മുളക് ഞാൻ ചേർത്തിട്ടുള്ളൂ. നമ്മൾ എടുത്തു വെച്ച കുരുമുളക് ഇപ്പോഴാണ് ചേർക്കുന്നത്. കുരുമുളക് ചൂടാക്കിയിട്ടില്ലേ. ഇതൊന്ന് വെള്ളം വറ്റി കിട്ടണം. ഇതിൽ 2 ടീസ്പൂൺ കുരുമുളകും 1/2 ടീസ്പൂൺ ചുവന്നമുളക് ചേർത്തിട്ടുള്ളൂ. നമ്മൾ വേവിച്ച് അത് ഇട്ടു. നമ്മുടെ നെയ്യ് ചെറുതായി ചൊരിഞ്ഞു തുടങ്ങി. ഇതാണ് നമ്മൾ മരുന്നിൻ്റെ പരുവം. ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് ഇടാം. ഇത് തണുപ്പ് ബോഡിക്ക് വാദസംബന്ധമായിട്ട് പ്രായമുള്ളവരെ കഴിക്കുന്ന മരുന്നാണ്. നിങ്ങളെല്ലാവരും ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇത് ഉണ്ടാക്കി കഴിക്കാൻ നോക്കുക. നമ്മുടെ വാദസംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ്. ഞാൻ ഉണ്ടാക്കിയ ഈ ഇറച്ചി ബീഫിൻ്റെ മരുന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യണം.